ഹലോ നമസ്കാരം. അമ്പിളി ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 2 മിനിറ്റ് കൊണ്ട് ഒരു മിറർ വർക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നോക്കണത്. വെറും 2 മിനിറ്റ് മതി കേട്ടോ. ഇത് നമുക്ക് വേണ്ടത് കണ്ടോ, മിറർ ഓൾറെഡി നമ്മൾ മിറർ മേടിച്ചത് കണ്ടോ. ഈ വലുപ്പത്തിലുള്ള മിററും അതിനൊപ്പം തന്നെ നമുക്ക് മിററും ഫ്രെയിമും മേടിക്കാൻ കിട്ടും. മിററിൻ്റെ ഒപ്പം വയ്ക്കാൻ തന്നെയുള്ള ഫ്രെയിം നമുക്ക് മേടിക്കാൻ കിട്ടും. എംബ്രോയിഡറി സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചോദിച്ചാൽ മതി. നമുക്കത് കണ്ട ഈ ഫ്രെയിമും ഇത് രണ്ടും കൂടെ നമ്മൾ ഈ ചുരിദാറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്ത് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓടി ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് തുന്നി കൊടുക്കുക കൂടെ ചെയ്യാം. വർക്കാണ് കേട്ടോ. ഇപ്പോൾ ചുരിദാർ നമ്മൾ ഇടാൻ നോക്കുകയാണ്, അതിൽ വർക്ക് ഇത്തിരി കുറവൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് അടിപൊളി വർക്ക് ചെയ്താലോ എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ മിററും ഫ്രെയിമും യോജിക്കുന്ന ഫ്രെയിമും കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള മിററും ഫ്രെയിമായിട്ട് മേടിക്കാൻ കിട്ടും. ഇത് രണ്ട് സെപ്പറേറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ഇത്രയും വർക്ക് മാത്രമേ ഇതുമുള്ളൂ. ഈ ഒരു വർക്കാണ് ഈ ചുരിദാറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതേ സെയിം കളർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറെ കളർ എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ സെയിം കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് ഒട്ടിച്ചു കൊടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രെയിം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പശ അതിൻ്റെ അടിയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പേപ്പർ വെച്ച് കൊടുക്കാം, അതും കൂടെ ഒട്ടിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രെയിം ഇതിനെ ഒട്ടിച്ചു കൊടുക്കുക, വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിറർ ഒട്ടിച്ചു കൊടുക്കാം. മിറർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രെയിം ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് മിറർ ഒട്ടിയത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക അല്ലേ കേട്ടോ. അല്ലെങ്കിൽ മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ ചാൻസ് ഉണ്ട്. ഫ്രെയിം ഒട്ടിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിത് ഇത്തിരി അകലെ ഇട്ടിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇത് ചില വർക്കുകളൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ അടുപ്പിച്ച് മറിച്ചും ഇങ്ങനെ ഈ വർക്ക് ഇങ്ങനെ മിറർ വർക്ക് കണ്ടിട്ടില്ലേ, അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂചിയും നൂലും ഈ കളറ്, ഇത് കരിനീല കളറാണ്, ആ കളറ് നൂല് ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് തുന്നി കൊടുക്കുക കൂടെ ചെയ്യാം. ഞാൻ എന്തായാലും ടൈറ്റ് ചെയ്തൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിയ ശേഷം അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സൂചി നൂല് എടുക്കുക, ഈ കളർ തന്നെ ഉപയോഗിക്കുക. ഇതിന് ചുറ്റും ഒന്ന് നിങ്ങൾക്ക് പറ്റണ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞത് കണ്ടോ. ആദ്യം തന്നെ എല്ലാ മിററും ഒട്ടിച്ച് വെച്ച ശേഷം നമുക്ക് ഈ ഫ്രെയിം മൊത്തം ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഫുൾ വർക്ക് ചെയ്ത ശേഷം കാണാം. ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ.